Hi my friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് UPSC അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് UPSC എക്സാം? അതുപോലെ തന്നെ എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് എക്സാം എഴുതാൻ പറ്റുക? അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ വളരെ ലളിതമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് UPSC-യുമായിട്ടും KS-യുമായി ബന്ധപ്പെട്ട PDF മെറ്റീരിയൽ ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള UPSC ക്ലാസ് നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ നമ്മുടെ MP ടോക്സ് എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് നടക്കുന്നത്. ആ ചാനൽ ഉള്ള താല്പര്യമുള്ള ആളുകൾ UPSC ക്ലാസ് ഫ്രീ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ UPSC കുറിച്ച് ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ എന്ത് ചെയ്യാണ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി MP ടോക്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് UPSC, പിന്നെ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ് ഇതിനറിയപ്പെടുന്നത്, UPSC എക്സാമിനെ. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഞാൻ വേണമെങ്കിൽ ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം സിവിൽ സർവീസ് UPSC CSC എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന UPSC പ്രിലിംസ് മെയിൻസ് ഒരു പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് നടത്തുന്നത്. നിങ്ങൾക്ക് നോളജ് സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്നത്, റൈറ്റിംഗ് സ്കില്ല്, ഇംഗ്ലീഷ്, ജനറൽ നോളജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സിവിൽ സർവീസ് ഓഫ് ഇന്ത്യയിലോട്ടുള്ള പ്രധാനപ്പെട്ട പോസ്റ്റിലോട്ട് ആളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. 1922 ഇത് സ്റ്റാർട്ട് ചെയ്ത് 100 വർഷത്തോളമായി. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിലിംസ് 2 മണിക്കൂറാണ് ഉണ്ടാവുക ഒരു പേപ്പറിന്. മെയിൻസ് ആണെങ്കിൽ ഒരു പേപ്പർ 3 മണിക്കൂറാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈം മാറിക്കൊണ്ടിരിക്കും. 20 മിനിറ്റ് മുതൽ 1/2 മണിക്കൂർ വരെയൊക്കെ ഉണ്ടാവുക. സ്കോർ നോക്കുകയാണെങ്കിൽ പ്രിലിംസ് വരുന്നത് 200 മാർക്കിലേക്കാണ്. അതുപോലെ തന്നെ മെയിൻസ് ആണെങ്കിൽ 1750 മാർക്ക്, ഇന്റർവ്യൂ ആണെങ്കിൽ 275 മാർക്ക്. ഇതിൽ മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ അടക്കമാണ് നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുക. 2025 മാർക്കിലേക്കായിരിക്കും ഉണ്ടാവുക. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അറ്റംപ്റ്റ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ജനറലിന് 6 അറ്റംപ്റ്റ് ഉണ്ട്, OBCക്ക് ആണെങ്കിൽ 9 അറ്റംപ്റ്റ് ഉണ്ട്, PWD ജനറലിനൊക്കെ. ഓക്കെ, SC/ST കാൻഡിഡേറ്റിന് എന്തില്ല, ലിമിറ്റ് ഇല്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വേജ് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലുള്ളവർക്കാണ് ചെയ്യാൻ പറ്റുക. ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിലോ ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക എന്ന് അറിഞ്ഞിരിക്കാം. ഈ ലാംഗ്വേജ് നമുക്ക് ഏത് എക്സാം ലാംഗ്വേജ് നമുക്ക് ഏത് ലാംഗ്വേജിൽ എഴുതാം. ഓക്കെ, ഷെഡ്യൂൾ ലാംഗ്വേജിലുള്ള മലയാളത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. ഏകദേശം 2020 നോക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷം ആളുകൾ അപ്ലിക്കൻസ് അതിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു എക്സാമിന് അപ്പയർ ചെയ്ത ഒരു 5 ലക്ഷം ആളുകളാണ് എന്ത് ചെയ്യുക, പ്രിലിംസിലോട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എക്സാം എഴുതാം. അപ്ലൈ ചെയ്യുന്ന 10 ലക്ഷം ആളാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഡിഗ്രി, ഇനി ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇത് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഇനി ഡിഗ്രി ഉള്ള ആൾക്ക് ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ് ഇതിൽ ഫീ അടക്കേണ്ടത് നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൽ കാറ്റഗറി കിട്ടും, ജനറലും മെയിലിനൊക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. മെയിലിനെ ഉള്ളൂ. സ്കോർ എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ഈ ഒരു സിവിൽ സർവീസിലോട്ട് ഈ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിന്റെ ബേസിൽ, ആ റാങ്കിന്റെ ബേസിലായിരിക്കും. ഒരു ക്വാളിഫിക്കേഷൻ റൈറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നതിനും ഒരു 0.07 ആളുകളാണ് ഇതിൽ ക്വാളിഫൈഡ് ആവുന്നത്. പ്രിലിംസ് ചെയ്യുന്നതിൽ എന്താണ് 0.15% ആളുകളാണ് അതിൽ ക്ലിയർ ആവുന്നത്. വെബ്സൈറ്റ് UPSC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി upsc.gov.in അല്ലെങ്കിൽ www.upsc.online.nic.in എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു UPSC-യുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രിലിംസ് ആണ്, പ്രിലിമിനറി സ്റ്റേജ് ആണ്. അത് പൊതുവെ ജൂൺ മാസങ്ങളാണ് ഉണ്ടാവുക. 2023 കാര്യത്തിൽ മെയ് 28 എക്സാം പ്രഖ്യാപന ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് 28 അത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഏകദേശം ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി അവസാനത്തിൽ ഫെബ്രുവരി 1 കൂടിയായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള ടൈം വരിക. ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യാം, ആ സമയത്ത് യൂട്യൂബ് ചാനലിലൂടെയും ടെലിഗ്രാമിലൂടെയൊക്കെ അറിയിക്കാം. പിന്നെ ഈ പ്രിലിംസ് കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അതിന്റെ മെയിൻസ് ഉണ്ടാവുക. മെയ് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സമയത്തായിരിക്കും ഉണ്ടാവുക. പൊതുവെ ഒക്ടോബർ സമയത്തൊക്കെയാണ് ഉണ്ടാവാറ്. അറിഞ്ഞിരിക്കാം. ഈ രീതിയിലാണ് പോകുന്നത്.
പിന്നെ അതുപോലെ തന്നെ അതിന്റെ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോ സെൻട്രലോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയോ ഡീംഡ് യൂണിവേഴ്സിറ്റിയോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയോ ഏതിലാവട്ടെ എനി ഡിഗ്രി ഉള്ള ആളായാൽ മതി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. MBBS അങ്ങനത്തെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് എന്ന് പറയുന്നത് 21 വയസ്സായിരിക്കണം. എക്സാം എഴുതാണ്ട് ഏജ് എത്രയാണ്? 21 വയസ്സായിരിക്കണം. ഓഗസ്റ്റ് 1 നമ്മൾ എന്ത് ചെയ്യാറ്, പൊതുവെ ഇയർ എക്സാമിനേഷൻ നോക്കാറ് കേട്ടോ. പിന്നെ 32 വയസ്സിന് മുന്നേ OBC ജനറൽ ആണെങ്കിൽ ചില അറ്റംപ്റ്റ് ഉണ്ട്. OBCക്ക് ആണെങ്കിൽ 35 വയസ്സ് വരെ എഴുതാം. SC STക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, 37 വയസ്സ് വരെ എക്സാം എഴുതാൻ പറ്റും. ഡിഫൻസ് പേഴ്സണൽസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസേബിൾഡ് ഇൻ ദ ഓപ്പറേഷൻ ഡ്യൂറിംഗ് ദ ഹോസ്റ്റാലിറ്റി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് 40 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും എന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഏജ് കാറ്റഗറി ലിമിറ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ ചില എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ കാറ്റഗറിയിലുള്ള ആളുകൾ നോക്കിയാൽ മതി. PWD ആണെങ്കിൽ 37 വയസ്സ് വരെ ആ രീതിയിലൊക്കെയാണ് ഇത് വരുന്നത്. ഓക്കെ, നമ്പർ ഓഫ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 6 പ്രാവശ്യം എക്സാം എഴുതാൻ പറ്റും. OBC ആണെങ്കിൽ 9 പ്രാവശ്യം. SC STക്ക് ആണെങ്കിൽ 37 വയസ്സ് വരെ. എത്ര പ്രാവശ്യം എന്നില്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എക്സാം എഴുതാൻ പറ്റും. ഈ രീതിയിലാണ് വരുന്നത്. വേക്കൻസി അതുപോലെ തന്നെ സെലക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർഷം ഒരു പോസ്റ്റിനനുസരിച്ചായിരിക്കും വേക്കൻസി ഉണ്ടാവുക. എങ്കിലും നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്നത് ഇപ്പൊ 2010 നോക്കുകയാണെങ്കിൽ ഒരു 1043 വേക്കൻസി ഉണ്ടായിരുന്നു. 11 1001, 12 1091, 13 1228, 14 1364, അങ്ങനെ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇപ്പം 2018 കുറച്ച് കുറവായിരുന്നു, 259. ഇപ്പൊ 2022 കാര്യം നോക്കുകയാണെങ്കിൽ 1000-ലധികം എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഉണ്ട്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും. പോസ്റ്റിന് എണ്ണം അനുസരിച്ചും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടഫ്നെസ്സിനനുസരിച്ചൊക്കെയാണ് എന്ത് ചെയ്യുക, കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഒരു കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 2020 നോക്കുക. 2020 എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ഓഫ് നോക്കുകയാണ്. ജനറൽ 92 പ്രിലിംസ് കട്ട് ഓഫ്, OBCക്ക് 89, SC ST 74, 68 ST, പിന്നെ മറ്റുള്ളവർക്ക് 70. ആ ഒരു എന്തെങ്കിലും ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് ആ രീതിയിലാണ്. അതേസമയത്ത് മെയിൻസിന്റെ നോക്കുകയാണെങ്കിൽ 2020 ജനറലിന് 736 മാർക്ക് വരെയുള്ളവർക്ക് ഇന്റർവ്യൂ കോൾ കിട്ടിയിട്ടുണ്ട്. OBCക്ക് 698, SC ST 680, ST 682, ഇവർക്ക് 648 ആ രീതിയിൽ. ജനറൽ നമുക്ക് ഇനി ഇന്റർവ്യൂ അടക്കം കഴിഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ വരുന്നതിൽ 2027 നോക്കുകയാണെങ്കിൽ OBC ഏകദേശം 907 മാർക്ക്, 2025 മാർക്കിലേക്കാണ് പറയുന്നത് കേട്ടത്. ഇത് പറയുകയാണെങ്കിൽ പറയുന്നത് 1750ലേക്ക്, ഇവിടെ പറയുന്നത് 200 മാർക്കിലേക്ക്. ഓക്കെ, ഏകദേശം 907 മാർക്ക് കിട്ടിയ ആളുകൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. SC നോക്കുകയാണെങ്കിൽ 875, ST 876, OBC 907, ജനറൽ 944. ഇത്രയും വരികയാണെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെയിൻസ് ക്വാളിഫൈഡ് ആയി, ഇന്റർവ്യൂ ക്വാളിഫൈഡ് ആയി നിങ്ങൾക്ക് ലിസ്റ്റ് ഇത് കിട്ടുന്നതാണ്. ലിസ്റ്റ് ഓഫ് സർവീസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് IAS IPS വരുന്നുണ്ട്. അത് കൂടാതെ ഗ്രൂപ്പ് A സർവീസ്, ഗ്രൂപ്പ് B സർവീസ് ഒക്കെ IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സർവീസുകൾ 24 പോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല അതിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ജസ്റ്റ് അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഈ മെറ്റീരിയൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. മെയിൻസിന്റെ എക്സാമിനേഷൻ വരുന്നത് അതുപോലെ തന്നെ മെയിൻസിന്റെ 9 പേപ്പറാണ്. പേപ്പർ Aയും പേപ്പർ 2 എന്നാണ് 2 ക്വാളിഫൈങ് പേപ്പറാണ്. അത് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ മതി. ഒരു ഇംഗ്ലീഷ്, ഒരു മലയാളം, ആ രീതിയിലാണ് വരുന്നത്. റീജിയണൽ ലാംഗ്വേജ് 300 മാർക്കിലേക്കാണ്. അതിലൊരു 25% മാർക്ക് വാങ്ങിയാൽ മതി. ഓക്കെ, പിന്നെ പേപ്പർ 1 എന്ന് പറയുന്നത് അത് മുതലാണ് മാർക്ക് നോക്കുന്നത്. പേപ്പർ 1 എന്ന് പറയുന്ന essay ആണ് 250 മാർക്കിലേക്ക്. പേപ്പർ 2 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡി 1 ആണ്. അതിൽ ഇന്ത്യൻ ഹെറിറ്റേജ്, കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് 250 മാർക്കിലേക്ക്. പേപ്പർ 3 എന്ന് പറയുന്നത് GS 3 ആണ്. അതിൽ ഗവേണൻസ്, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ പേപ്പർ 4 എന്ന് പറയുന്നത് GS 3 ആണ്. ടെക്നോളജി, എക്കോണമി, ബയോഡൈവേഴ്സിറ്റി, എൻവിയോൺമെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അത് 250 മാർക്ക്. പേപ്പർ 5ഉം 6 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ സബ്ജക്റ്റ് ആണ്. സോറി, പേപ്പർ 5 എന്ന് പറയുന്നത് GS 4 ആണ്. എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് 250 മാർക്ക്. പേപ്പർ 6, 7 ഈ 2 പേപ്പർ എന്ന് പറയുന്നത് എന്താണ്, 2 പേപ്പർ ഓപ്ഷനിലാക്കി എടുക്കണം. ഒരൊറ്റ സബ്ജക്റ്റേ ഉള്ളൂ, അതിൽ 2 പേപ്പർ ഉണ്ടാവും. അത് ഓരോ പേപ്പറിൽ 250 മാർക്ക് വീതം 500 മാർക്കിലേക്കാണ്. അങ്ങനെയാണ് 1750 മാർക്ക് വരുന്നത്. ടോട്ടലി 7 × 250, ഇങ്ങനെയാണ് 1750 മാർക്ക്. പിന്നെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റിന് 275 മാർക്ക്. അപ്പൊ ടോട്ടൽ മാർക്ക് 2025 ആക്കും എന്ത് ചെയ്യാം, മാർക്ക് ഉണ്ടാവുക. ഇതിലാണ് ഞാൻ പറഞ്ഞത് 944 മാർക്ക് കിട്ടിയ ആൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ടോട്ടലി
അപ്പൊ ഒരു ലെസ് ദാൻ 50%, ഏകദേശം ഒരു 45% മുതൽ 55% വരെ നിങ്ങൾക്ക് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിവിൽ സർവീസ് കിട്ടും എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതിൽ വരുന്ന ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. അതാണ് അതിന്റെ കുറിച്ച് മിനിമം ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് കൂടാതെ ഇനി എങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങണം, ഓക്കെ, പ്രിപ്പറേഷൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ആളുകൾ എന്ത് വായിച്ചു തുടങ്ങണം എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ PCM പ്രോഗ്രാം ഉണ്ട്, പ്രിലിംസ് കമ്പൈൻസ് എന്ന് പറയും. കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വരുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 8590840250 എന്നുള്ള നമ്പറിലോട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകൾ, ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഉള്ള ആളുകൾ എന്ത് ചെയ്തു തുടങ്ങണം? ഒന്നാമതായിട്ട് അവർ ചെയ്യേണ്ടത് സിലബസ് വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവർ സിലബസ് എന്ത് ചെയ്യുക, വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. സിലബസ്, UPSCയുടെ സിലബസ് വായിക്കുക, UPSC മനസ്സിലാക്കുക, സിമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. ഓക്കെ, അതിനുവേണ്ടി വായിക്കേണ്ടതാണ് സിലബസ് വായിക്കുക. പ്ലസ് അതിന്റെ കൂടെ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ പഠനത്തിന്റെ കൂടെ കൊണ്ടുപോവുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് UPSCയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പ്ലസ് അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വീഡിയോസ് ഉണ്ട്, എടുത്ത് കണ്ടൊക്കെ നോക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചു തുടങ്ങുന്നത് NCERT ആണ്. തുടങ്ങുന്ന ആളുകൾക്ക് 3 കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. NCERT വായിച്ചു തുടങ്ങുക, എല്ലാ സബ്ജക്റ്റിലേക്കും ബേസിക് ആയിട്ട് വരുന്നത് NCERT ആണ്. NCERT വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഈ NCERT ഏതൊക്കെ ക്ലാസ്സിൽ ഏത് ക്ലാസ് വരെ പഠിക്കണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MP Talks എന്നുള്ള ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണ്. അവിടെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, NCERT എങ്ങനെ വായിക്കണം, ഏതൊക്കെ NCERT വായിക്കണം, 6th മുതൽ +2 വരെ ഉള്ളതാണ് വായിക്കേണ്ടത്. ഓക്കെ, മൂന്നാമതായിട്ട് വായിക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ആണ് തുടങ്ങേണ്ടത്. ഈ ഹിന്ദു പത്രം അല്ലെങ്കിൽ മലയാള പത്രം, ന്യൂസ് പേപ്പർ റീഡിംഗ് വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കറണ്ട് അഫയേഴ്സിന് വേണ്ടി ചെയ്യേണ്ടത്. നാലാമത്തെ കാര്യം GS സബ്ജക്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സിലബസ് പ്രകാരമുള്ള GS സബ്ജക്ട് പഠിച്ചു തുടങ്ങാം. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സെൽഫായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിക്കൊണ്ട് പഠിക്കാം. നല്ലത് എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നുകൊണ്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാമുകളുണ്ട്, വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് UPSC പഠനം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമുകളുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടെ നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. അപ്പൊ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകൾ ഈ 4 കാര്യങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് ഏകദേശം ട്രാക്കിലായതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷണൽ സബ്ജക്റ്റും കൂടി പഠിച്ചു തുടങ്ങാം. 5ാമത്തെ കാര്യം. ഓക്കെ, ഓപ്ഷണലും കൂടി എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം, സെലക്ട് ചെയ്യുക, പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ എങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, മറ്റുള്ള വീഡിയോസിൽ ഞാൻ എന്ത് ചെയ്യാം, അത് പറയാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് UPSC എന്നുള്ള ചെറിയൊരു ഐഡിയ തരാം. UPSC ആഗ്രഹിക്കുന്നവർ എവിടുന്ന് തുടങ്ങണം, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രം തരിക എന്നുള്ളതാണ് ചെയ്തത്. അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സുകളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോസും ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് താല്പര്യമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ UPSCയുമായി ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ UPSC മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ കണ്ട ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ.